ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്നെ കൊല്ലാൻ വരണ്ട. ഇത് ഞാൻ ഷൂട്ട് ചെയ്തതല്ല. ഇത് ഷൂട്ട് ചെയ്തതേ ഹരിയും സാറയും. ആദി, സോറി ഹരിയേട്ടാ. പൊട്ടിപ്പോയല്ലോ. കുഴപ്പമില്ല, അതിങ്ങി താ. അയ്യോ വേണ്ട, എന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റല്ലേ, ഞാൻ ശരിയാക്കിക്കോളാം. ഒന്നും വേണ്ട, നീ ഫോണി തന്നെ. പറ്റില്ല ഹരിയേട്ടാ, എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റല്ലേ, ഞാനത് തിരുത്താം. ഇപ്പൊ തന്നെ അടുത്തുള്ള ജംഗ്ഷനിൽ പോയിട്ട് ശരിയാക്കി കൊണ്ടുവരാം. നിന്നോട് വേണ്ടെന്ന് പറഞ്ഞല്ലേ, നീ ഫോണി തന്നെ. 10 മിനിറ്റ് ക്ഷമിക്കുക ഹരിയേട്ടാ, ഇപ്പൊ വരാം ഞാൻ. കണ്ടില്ലേ, ഇതാ ഇവിടെ സംഭവിക്കാറ്. അതുകൊണ്ട് തന്നെ ആർക്കും നിത്യയോട് സത്യം പറയാനാവുന്നില്ല. എത്രേ? 500 രൂപ. ശരി. ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ജീവ, ജീവനിപ്പോ വല്ലാത്തൊരു ഇമേജായി പോയല്ലോ. അനുജത്തെ നശിപ്പിച്ചയാളെ തേടി പിടിച്ച് കൊണ്ടുവരുന്നു, അവരുടെ വിവാഹം നടത്താൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ ചെയ്താലേ ആരും വീണുപോകും, അമ്മയും നിത്യയും എല്ലാം. അതിന് നിനക്കെന്താടി? എന്റെ കുടുംബത്തിൽ പല കാര്യങ്ങളും നടക്കും, അതിന് നിന്റെ മോണിറ്ററിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷേ ഈ ബുദ്ധിമാന് പല അബദ്ധങ്ങളും പറ്റും, അത് ഞാൻ മോണിറ്റർ ചെയ്തല്ലേ പറ്റൂ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്നാലും പറ്റിയ അബദ്ധം ഒന്ന് കേട്ടോ. വീടിനകത്ത് മനുവിനെ കൊണ്ടുവന്ന് പെങ്ങളുടെയും ഭാര്യയുടെയും മുമ്പില് നല്ലവൻ ചമഞ്ഞപ്പോ അത് ഓക്കെ. പക്ഷേ വീടിന്റെ പിന്നാമ്പുറത്ത് നിന്നിരുന്ന ശരവണനെ എന്തിനാ കഴുത്ത് പിടിച്ച് ഞെരിച്ചത്? എന്തിനാ അവനോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്? അങ്ങനെയൊക്കെ നടന്നെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഈ
വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. എടീ, എന്നെ കൊല്ലാൻ വരണ്ട. ഇത് ഞാൻ ഷൂട്ട് ചെയ്തതല്ല. ഇത് ഷൂട്ട് ചെയ്തതേ ഹരിയും സാറയും. ഇത് നിത്യയെ കാണിച്ചാലുണ്ടാകുന്ന കാര്യം അറിയാലോ. ഇതുവരെ നീ അഭിനയിച്ചു കൂട്ടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് വേസ്റ്റ് ആവും. നിന്റെ തനി നിറം എന്താണെന്ന് നിത്യ തിരിച്ചറിയും. അവള് നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പോടാ. തൽക്കാലം ഹരിയേട്ടന്റെ ഫോണിൽ നിന്ന് ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ചെടുക്കാനും പറ്റില്ല. എന്ന് പറഞ്ഞാലേ ഞാൻ നിന്നെ രക്ഷിച്ചൂന്നാ അതിനർത്ഥം. ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ? അതോ നീ വൈരാഗ്യം കാണിക്കുന്നത് പോലെ ഞാനിത് നിത്യയെ കൊണ്ടുപോയി കാണിക്കട്ടെ? നിനക്കെന്താടി വേണ്ടത്? ആ, അങ്ങനെ ചോദിക്ക്. നമുക്ക് രണ്ടുപേർക്ക് നമ്മുടേതായ ആവശ്യങ്ങളുണ്ട്. അപ്പോ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, ഒന്നിച്ചു നിൽക്കാം. രണ്ടുപേർക്കും അവരവരുടേതായ ലക്ഷ്യങ്ങൾ നേടാം. എനിക്ക് വേണ്ടത് എനിക്ക് അവകാശപ്പെട്ട ഈ സ്വത്ത. ഞാനിവിടെ നിൽക്കുന്നത് തന്നെ അതിനുവേണ്ടിയാ. നിനക്ക് വേണ്ടത് നിത്യയുടെ ജീവനാണെന്ന് എനിക്കറിയാം. ഒന്ന് കൈകോർത്ത് പിടിച്ചാ ഇത് രണ്ടും നിസ്സാരമായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. പറ്റൂ? കൂടെ നിന്ന് ഞാൻ ചതിക്കില്ല. അഥവാ ഞാൻ ചതിച്ചു എന്ന് നിനക്ക് തോന്നിയാ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സമ്മതമാണെങ്കിൽ